സ്വിംഗ് ട്രേഡുകൾ ചെയ്യാനായിട്ട് സ്റ്റോക്കിൽ മാത്രമല്ല ETF-ലും കഴിയും. എങ്കിൽ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം റിസ്ക് കുറവാണ് ETF-ൽ സ്വിംഗ് ട്രേഡുകൾ ചെയ്യുമ്പോൾ. അപ്പോൾ ETF-ൽ നിങ്ങൾ ലോങ് ടൈമിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിഫ്റ്റി 50-ലുള്ള 50 കമ്പനിയിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ETF അഥവാ നിപ്പോൺ ഇന്ത്യ ETF നിങ്ങൾക്ക് മന്ത്ലി ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ETF-ൽ നമുക്കൊരു സ്വിംഗ് ട്രേഡ് ചെയ്യാം, ഒരു എൻട്രി എക്സിറ്റ് മെത്തേഡ് നമുക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ ഇവിടെ നിഫ്റ്റി പീസ് അടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗോൾഡ് പീസ് കിട്ടുന്നുണ്ട്, ബാങ്ക് പീസ് കിട്ടുന്നുണ്ട്, അതുപോലെ നിഫ്റ്റി പീസ് കിട്ടുന്നുണ്ട്. ബാങ്ക് പീസ് പറയുമ്പോൾ ബാങ്കിൻ്റെ സെക്ടറിലുള്ള ലാർജ് ക്യാപ്പായ ബാങ്ക് സെക്ടറിലുള്ള എല്ലാ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ കണക്കാക്കിയിട്ടാണ് ബാങ്ക് പീസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് പീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ബാങ്ക് പീസായ ETF-ൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗോൾഡ് ETF-ൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉള്ളത് 1 ഡേ ടൈം ഫ്രെയിമിലുള്ള ഗോൾഡ് പീസിൻ്റെ ചാർട്ടാണ്. ഇനി നമുക്കിതൊരു മന്ത്ലി ടൈം ഫ്രെയിമിലോട്ട് മാറ്റി നോക്കാം. അപ്പോൾ നമുക്ക് ചാർട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഇത് ലോങ് ടൈമിലോട്ട് വളരെയധികം മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്നൊരു ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് മുകളിലോട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. ഇടക്കാലത്ത് കുറച്ച് കറക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് മുകളിലോട്ട് തന്നെ പോയിട്ടുള്ളത്. ഈ കൊറോണ പോലുള്ള വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇത് ചെറിയ രീതിയിലൊക്കെ കറക്ഷൻ എടുക്കാറുണ്ട്. അപ്പോൾ ഏതൊരു സ്റ്റോക്കായാലും എന്തായാലും അത് ഹയർ ഹൈ ഉണ്ടാക്കിയിട്ട് മാത്രമേ അത് മുകളിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമുക്കിത് വീണ്ടും 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് തന്നെ മാറ്റാം. ഇനി നമ്മൾക്ക് എങ്ങനെ ഇതിൽ എൻട്രി എടുക്കാം, അഥവാ സ്വിംഗ് ട്രേഡുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു മാക്സിമം 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെയാണ് നമ്മൾ ഒരു സ്വിംഗ് ട്രേഡിൻ്റെ സമയപരിധി. ചിലവർ 6 മാസമൊക്കെ എടുക്കാറുണ്ട്, ചിലവർ വളരെയധികം 10 ദിവസം 12 ദിവസമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ETF-ൽ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ വളരെയധികം റിസ്ക് കുറവാണെന്ന് പറയാൻ കാരണം, ഒരു സ്റ്റോക്കിൽ നമ്മളൊരു എൻട്രി എടുക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിട്ടാവും എൻട്രി എടുത്തുള്ളത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ഫയലായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിലൊക്കെ ആവും ഇത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. കാരണം കൂടുതൽ ആൾക്കാരും സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ഇതിന് സ്റ്റോപ്പ് ലോസ് സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കാറില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ ഞാനിതിൽ നിന്ന് എക്സിറ്റ് ആവും എന്ന് മനസ്സിൽ വിചാരിക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സൈക്കോളജി അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സൈക്കോളജി അല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഇനി ഇത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിക്കോളും, ഞാനിത് വിൽക്കുന്നില്ല, ഏതായാലും ഇത്ര ലോസ് വന്നില്ലേന്ന്. വീണ്ടും കുറച്ചൊക്കെ ഒന്ന് മുകളിലോട്ട് കാണിച്ച് വീണ്ടും അത് താഴോട്ട് തന്നെ പോകും. അപ്പോൾ സ്റ്റോക്കിൽ അത്രയും റിസ്കുകളൊക്കെ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ട്. പക്ഷേ ചില ബ്രേക്ക് ഔട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മുകളിലോട്ട് പ്രൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിനായിട്ട് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 100 മൂവിങ് ആവറേജ് നമുക്ക് ചാർട്ടിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് MA റിബൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മൂവിങ് ആവറേജിൻ്റെ ഒരു റിബണായിട്ട് കിട്ടും. ഇതിൽ 4 മൂവിങ് ആവറേജ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അൺടിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 100 മൂവിങ് ആവറേജ് EMA ആണ്, എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് ആണ് ഇതിനായിട്ട് വേണ്ടത്. ഓക്കെ, ഇതിലുള്ള സ്ട്രാറ്റജി ഞാൻ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഈ 100 മൂവിങ് ആവറേജിൻ്റെ അടുത്ത പ്രൈസ് വരുമ്പോൾ അല്ലെങ്കിൽ 100 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഗോൾഡ് പീസ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൈസ് നമ്മൾ ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ളൂ വിചാരിക്കുക. ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ 100 മൂവിങ് ആവറേജ് ഇതിൻ്റെ താഴെ ആയിട്ട് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് ഈ ഒരു ETF ഗോൾഡ് പീസ് വാങ്ങേണ്ടത് എപ്പോഴാണോ 100 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ ഒരു 50,000 രൂപക്കാണ് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 30%, 25% വാങ്ങുക. വീണ്ടും അത് കഴിയുന്നവരെ വാങ്ങിക്കൊണ്ടിരിക്കുക.
വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഈ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് പ്രൈസ് ഇതിൻ്റെ ഈ ഒരു 58, 83, 69 ആ റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് ആവറേജ് പ്രൈസ് കിട്ടിയിട്ടുണ്ടാവണം. അതാണ് നമ്മൾ ഒറ്റയടിക്ക് വാങ്ങരുത്, ആവറേജ് ചെയ്തുകൊണ്ട് വാങ്ങുന്നതാണ് ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വീണ്ടും നമുക്കിത് വിൽക്കാനുള്ള ടൈം എപ്പോഴാണോ 100 മൂവിങ് ആവറേജിനെ ഇത് ക്രോസ് ചെയ്ത് അത്യാവശ്യം മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഏരിയയിലൊക്കെ നമുക്കിത് വിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൈസ് വീണ്ടും 100 മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വെച്ച് നമ്മളിത് വാങ്ങിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരു 2 പ്രാവശ്യം വാങ്ങുമ്പോഴേക്കും പ്രൈസ് മുകളിലോട്ട് പോവുക. അപ്പോൾ നമ്മൾ അവിടെ വിറ്റുകൊണ്ട് വീണ്ടും 100 മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം ഇതുപോലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും ഇത് 100 മൂവിങ് ആവറേജിൻ്റെ താഴെ ട്രേഡ് ചെയ്യുമ്പോൾ വീണ്ടും മുകളിലോട്ട് പോകുന്നു, നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു. എങ്ങനെ വന്നാലും ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ഓരോ ക്യാൻഡിലും ഓരോ ഡേയ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും നമ്മൾ താഴോട്ട് വരാനായിട്ട് ഇവിടെ കാണുന്ന ഇത്രയും ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ക്ഷമ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഇത് ETF വാങ്ങി നാളെ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടിയല്ല ഇത്. പിന്നെ സ്റ്റോക്ക് പോലെ തന്നെ വളരെയധികം ലാഭം തരുന്ന ഒരു മെത്തേഡല്ല നമ്മൾ ETF സ്വിംഗ് ട്രേഡ് കഴിയുമ്പോൾ. കാരണം ഇവിടെ റിസ്ക് കുറവാണ് എങ്കിൽ റിട്ടേൺ കുറവാണ്. സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോൾ റിസ്ക് വളരെയധികം കൂടുതലാണ്, എന്നാൽ റിട്ടേൺ വളരെയധികം കൂടുതലാണ്. പക്ഷേ ഇവിടെ നമുക്ക് എപ്പോഴാണോ 100 മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ വാങ്ങുന്നു, വീണ്ടും അതിന് മുകളിലോട്ട് പോകുമ്പോൾ വിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ സ്റ്റോക്കിലൊക്കെ സമയമില്ലാത്തവർക്ക് ഇപ്പോൾ അതിൻ്റെ ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ നോക്കാനും അല്ലെങ്കിൽ അത്രയും വോളറ്റിലിറ്റി കണ്ടിട്ട് അത് പേടിയുള്ള ആൾക്കാരുണ്ടല്ലേ, ചിലപ്പോൾ സ്റ്റോക്ക് വാങ്ങിയിട്ട് വളരെയധികം താഴെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസിന് അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം പേടി ഉണ്ടാവും. പക്ഷേ ETF നമ്മൾ അത്തരത്തിലുള്ള യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ETF താഴെ വന്നാലും അത് ലോങ് ടൈമിലേക്ക് മുകളിലോട്ട് തന്നെ പൊക്കോളും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടത് കുറച്ച് താഴെ വന്ന് അവിടെ കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അധികം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് മുകളിലോട്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞാൽ അത് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റി ബീസ് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നിഫ്റ്റി ബീസിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച അതുപോലത്തെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ നിഫ്റ്റി ബീസിലും നമ്മൾ ട്രൈ ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഹൈ വന്നപ്പോൾ ഈ നിഫ്റ്റി ബീസിൻ്റെ പ്രൈസ് 294 ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 257 ആ റേഞ്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നിഫ്റ്റിയിൽ കറക്ഷൻ വന്നപ്പോഴും ETF ഇത്ര കറക്ഷനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. നിഫ്റ്റിന് നന്നായിട്ട് മുകളിലോട്ട് കയറിപ്പോയാലും ETF ഈ ഒരു റേഞ്ചിലൊക്കെ അപ്പോഴും ഉണ്ടാവും. അല്ലാണ്ട് വളരെയധികം മൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇത് നിങ്ങൾക്ക് മന്ത്ലി ടൈം ഫ്രെയിമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലോങ് ടൈമിൽ അപ് ട്രെൻഡിൽ മാത്രമാണ് നിഫ്റ്റി ബീസ് ഉള്ളത്. ഇടക്കാലത്ത് ചെറിയ കറക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും തിരിച്ച് മുകളിലോട്ട് തന്നെയാണ് നിഫ്റ്റി ബീസ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് ബാങ്ക് ബീസ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതിൻ്റെ മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മളുടെ സ്ട്രാറ്റജി ഒന്ന് നോക്കി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് ബീസിൽ ഇവിടെ നിങ്ങൾക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു ഏരിയയിലായിരിക്കണം. അപ്പോൾ നിങ്ങളിവിടെ ഇനി 100 മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരാനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റി ബീസും അതുപോലെ ഗോൾഡ് ബീസും ഈ ഒരു റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രേഡ് ചെയ്യാം. അങ്ങനെ അത് വിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൻട്രി കിട്ടും. അങ്ങനെ മൂന്നിലും മാറി നിങ്ങൾക്ക് എൻട്രി കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.